നമ്മുടെ വീട്ടിലേക്ക് കുടുംബക്കാർ എപ്പോഴാണ് വരികയെന്നറിയോ? നമ്മുടെ വീട് ആകെ വൃത്തികേടായിട്ട് കിടക്കില്ലേ? ആ ടൈമിലായിരിക്കും ട്ടോ വരിക. വീടിൻ്റെ മുറ്റം തൊട്ടേ തുടങ്ങാം. മുറ്റം അടിച്ചിട്ടുണ്ടാവില്ല, സിറ്റൗട്ടോ വീട്ടിനുള്ളിൽ ഒന്നും അടിച്ചിട്ടുണ്ടാവില്ല, തുടച്ചിട്ടുണ്ടാവില്ല. അതുപോലെ സെറ്റിയിൽ വിരിച്ച തുണി ആകെ താഴെ കിടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ റൂമുകളാണെന്നുണ്ടെങ്കിൽ ഉണങ്ങിയ തുണികൾ മടക്കാതെ അത് കൊണ്ടിട്ടിട്ടുണ്ടാവും. അതുപോലെ ബെഡ്ഷീറ്റൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടാവും. കിച്ചണിലേക്ക് പിന്നെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിങ്കിൽ ഇഷ്ടംപോലെ കഴുകാനുള്ള പാത്രങ്ങളും അതുപോലെ കാലത്തും ഉച്ചത്തേക്കുള്ള കറി വെച്ചതും അത് തെറിച്ചതും അതിൻ്റെ എണ്ണ തെറിച്ചതും ആകെ സ്റ്റൗവ് തുടച്ചിട്ടുണ്ടാവില്ല. എല്ലാ റൂമും എത്രത്തോളം വൃത്തികേടാക്കാൻ പറ്റണോ അത്രത്തോളം വൃത്തികേടായിട്ട് കിടക്കും. അതുപോലെ വീട്ടിൽ കയറി തന്നെ ഒരു സ്മെല്ല് തോന്നും. ബാത്റൂം കഴുകിയിട്ടുണ്ടാവില്ല. ഒന്നും ചെയ്യാത്ത ചില ദിവസങ്ങൾ നമുക്കുണ്ടാവില്ല. അന്നായിരിക്കും നമ്മുടെ കുടുംബക്കാർ വരിക ട്ടോ. അതുപോലെ തന്നെയാണ് ആ വരുന്ന ദിവസം ഉച്ചയ്ക്കാണ് വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെള്ളമോ ജ്യൂസോ എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ അതിനുള്ള സാധനം ഉണ്ടാവില്ല. പക്ഷേ പാലുണ്ടാവും ചായ വയ്ക്കാൻ. എന്നാൽ ചായ വയ്ക്കുന്ന സമയത്താണ് വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് പാലും ഉണ്ടാവില്ല. ചിലപ്പോൾ പഞ്ചസാര ഉണ്ടാവില്ല. ആ സമയത്ത് ഒരു നെട്ടോട്ടമായിരിക്കും. ഇനി എങ്ങാനും വരുന്നതിൻ്റെ ഒരു 5-10 മിനിറ്റ് മുന്നേ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നെട്ടോട്ടമായിരിക്കും. അതുവരെ വയ്യാതെ കിടന്ന് നമ്മൾ ആ സമയത്ത് എവിടുന്ന് കിട്ടിയ എനർജി എന്നറിയില്ല. അങ്ങനെ ഓടിപ്പാഞ്ഞ് ചെയ്യുന്നുണ്ടാവും ട്ടോ പണികൾ. അന്ന് ഉച്ചവരെ ചെയ്യുന്ന പണികൾ അരമണിക്കൂറിനുള്ളിൽ തീരും.